അസ്സലാമു അലൈക്കും. ഇന്ന് ഓരോ മുസ്ലിം വിശ്വാസിയും നിരവധി ആഗ്രഹങ്ങളോടെയാണ് ജീവിക്കുന്നത്. പക്ഷേ ആ ആഗ്രഹങ്ങളിൽ ഏറ്റവും വലിയതും അവസാനത്തേതുമായ ലക്ഷ്യമാണ് സ്വർഗം. നമ്മുടെ ഹൃദയത്തിൽ നാം പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ആഗ്രഹമാണ്, അല്ലാഹുവേ, ഞങ്ങളെ ജന്നത്തിൽ പ്രവേശിപ്പിക്കണമേ. പക്ഷെ ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ട്, അതെങ്ങനെ സാധ്യമാകും? അള്ളാഹുവിൻ്റെ വലിയ ദാസന്മാരാണ് അതിന് അർഹരാവുക. ഞാൻ അത്രത്തോളം ഇല്ലല്ലോ. ഒന്നോർക്കുക, ഖുർആനും ഹദീസും നമ്മോട് പറയുന്നു, സ്വർഗത്തിൽ പ്രവേശിക്കാൻ വലിയ കാര്യങ്ങൾ മാത്രം വേണമെന്നല്ല, ചെറിയ കാര്യങ്ങൾ, ഹൃദയത്തിൽ ഇഖ്ലാസുള്ള കാര്യങ്ങൾ, അതാണ് അള്ളാഹു ഏറ്റെടുക്കുന്നത്. നാം പലപ്പോഴും അവഗണിക്കുന്ന ചെറിയ പ്രവൃത്തികൾ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ മാത്രം കാരണമാകുന്നതാണ്. ഒന്ന്, സ്നേഹപൂർവമായ ഒരു വാക്ക് സ്വർഗത്തിന്റെ അടിത്തറയാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, നല്ല വാക്ക് നൽകൽ പോലും ഒരു സ്വതക്കയാണ്. നമ്മുടെ സഹോദരനോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, അദ്ദേഹത്തിന്റെ പ്രശ്നം മനസ്സോടെ കേൾക്കുക, ഇതെല്ലാം ഒരു ദീനി പ്രവൃത്തിയാണ്. ഇതുപോലെ ഒരു വാക്ക് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈർ എന്ന് പറയുക പോലും സ്വർഗത്തിൽ നമ്മെ എത്തിക്കാം. രണ്ട്, നിർഭാഗ്യവാന്മാരോടുള്ള കാരുണ്യം. ഒരു ഹദീസിൽ കാണാം, മറ്റുള്ളവർക്ക് കരുണ കാണിക്കുന്നവനോട് അള്ളാഹു കരുണ കാണിക്കും. അതായത് ഒരു പ്രായമായ മനുഷ്യനെ ഹെൽപ്പ് ചെയ്താലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകിയാലും തണലാകിയാലും ജീവിക്കുന്നവനാണ് സ്വർഗത്തിന് യോഗ്യൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നായയ്ക്ക് വെള്ളം കൊടുത്ത സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് സ്വർഗം ലഭിച്ചു എന്നാണ് പറഞ്ഞത്. മൂന്ന്, മനസ്സിൽ ഒരു പൊടിയോളം അഹങ്കാരമില്ലെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ പറഞ്ഞിരിക്കുന്നു, മനസ്സിൽ പൊടിയോളം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിലേക്ക് കടക്കില്ല. പേര്, പ്രശസ്തി, പണം, വിദ്യാഭ്യാസം, ഇതിൽ ഒരാൾ അഹങ്കരിക്കുന്നുവോ അവൻ സ്വർഗത്തിന്റെ വാതിൽ കടക്കുകയില്ല. സ്നേഹത്തോടെയും വിനയത്തോടെയും ജീവിക്കുക, അതാണ് ഉയർന്ന നില. നാല്, ക്ഷമ. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള പ്രത്യേക പാസാണിത്. ഹദീസിൽ പറഞ്ഞിരിക്കുന്നു, ക്ഷമിക്കുന്നവൻ അള്ളാഹുവിൻ്റെ ദയയും സ്വർഗവും നേടും. നമുക്ക് ദേഷ്യം വന്നപ്പോഴും ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു നമ്മെ അനന്തമായ ദയയിൽ മറയ്ക്കും. ശത്രുവിനെയും ദയയോടെ കാണുന്ന ഹൃദയമാണ് ജന്നത്തിൽ ഉയർന്ന പദവിയിലേക്ക് എത്തുന്നത്. അഞ്ച്, സ്ഥിരതയുള്ള സ്വലാത്ത്, അതായത് നമസ്കാരം. ഹദീസിലൂടെ വ്യക്തമാക്കുന്നു, ഒരാൾക്ക് നിസ്കാരം ശരിയായെങ്കിലേ രക്ഷയുള്ളൂ. മനുഷ്യൻ ചില സമയങ്ങളിൽ നമസ്കാരം അവഗണിക്കാമെന്ന് ആലോചിച്ചേക്കാം, പക്ഷേ അതിലൂടെയാണ് നമ്മളും അള്ളാഹുവും സംസാരിക്കുന്നതും അടുക്കുന്നതും. നിസ്കാരത്തിൽ സൂക്ഷ്മത, ക്ഷമ, വിനയം, അതിൻ്റെ മൂല്യവും പ്രതിഫലവും സ്വർഗമാണ്. ആറ്, ചെറിയ തസ്ബീഹുകൾ, അതിന് വലിയ പ്രതിഫലമാണുള്ളത്. ഹദീസിലൂടെ വ്യക്തമാക്കുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി ദിവസത്തിൽ 100 തവണ പറഞ്ഞാൽ പാപങ്ങൾ മായ്ച്ചു കളയപ്പെടും. വാക്കുകൾ എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ ഈമാൻ പൂർണ്ണത ഹൃദയത്തിൽ കൊണ്ടാണ്. ഒരിക്കൽ നമ്മൾ അതുപോലെ ചൊല്ലിയാൽ അള്ളാഹു അതിനെ ഒരു മല പോലുള്ള പുണ്യമായി മാറ്റും. പേരുള്ള പ്രവർത്തികളല്ല, പുതുമയും ഇഖ്ലാസും ഉള്ള പ്രവർത്തികളാണ് അള്ളാഹു ഏറ്റെടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ചെറുതായി പോലും തോന്നുന്ന ഒരു നന്മ, ഒരു ചിരി, ഒരു വിളി, ഒരു ദുആ, സ്വർഗം നമുക്കായി തുറക്കാം. ഇന്നു മുതൽ നാം ഓരോരുത്തർക്കും തുടങ്ങാം. രാവിലെ തസ്ബീഹ് ചൊല്ലുക, ദിവസത്തിൽ ഒരാളെയെങ്കിലും സഹായിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക, എല്ലാവരെയും സ്നേഹിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു അനാഥയെ സംരക്ഷിക്കുക. അള്ളാഹു നമ്മെ സ്വർഗത്തിലെത്തിക്കാൻ ഇത്തരം ചെറിയ വലിയ കാര്യങ്ങൾ തന്നെ ധാരാളമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.